നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം കാണാം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. പേരാമ്പ്രയിലെ പോലീസ് അതിക്രമം ആസൂത്രിതമെന്ന ഷാഫി പറമ്പിൽ. മർദ്ദിച്ചത് പോലീസിൽ നിന്ന് പിരിച്ചുവിട്ട CI അഭിലാഷ് ഡേവിഡ്. പിരിച്ചുവിട്ടുവെന്ന് മാധ്യമങ്ങളോട് പറയാൻ, പിരിച്ചുവിട്ടുവെന്ന് നിയമസഭയിൽ പറയാൻ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. മർദ്ദന സമയത്ത് പോലീസിന്റെ കയ്യിൽ ലാത്തിയും ഗ്രനേഡും. അഭിലാഷ് ഡേവിഡ് CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനെന്നും ഷാഫി. കളങ്കിതരായ 144 പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാർ എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം പൊളിയുന്നു. അഭിലാഷ് ഡേവിഡിനെ 2023 പുറത്താക്കിയത് ഗുണ്ടാ ബന്ധത്തിനും പീഡനക്കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനും. നടപടി നേരിട്ടവർ സേനയിൽ തിരിച്ചെത്തിയതിന് തെളിവായി അഭിലാഷ് ഡേവിഡിന്റെ പുനർനിയമനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബു അറസ്റ്റിൽ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേസിലെ 2ാം പ്രതി. കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. രാഷ്ട്രപതിയുടെ കേരള സന്ദർശനം തുടരുന്നു. രാജ്ഭവനിൽ KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ദ്രൗപദി മുർമു ശിവഗിരിയിൽ. വൈകിട്ട് പാലായിലും പരിപാടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത ശല്യം ഒഴിവാക്കാൻ പുതിയ തന്ത്രവുമായി എറണാകുളം DCC. വിമത വെല്ലുവിളി ഉയർത്തുന്നവർക്ക് കൗൺസിലിംഗ് നൽകും. അച്ചടക്ക നടപടി കൊണ്ട് കാര്യമില്ലെന്ന് നേതൃത്വം. കഴിഞ്ഞ തവണ കോർപ്പറേഷനിലെ തിരിച്ചടി പാഠമെന്ന് മുഹമ്മദ് ഷിയാസ് ന്യൂസ് 18നോട്. മൂന്ന് ടേം വ്യവസ്ഥ ഇളവ് നൽകാനുള്ള ലീഗ് നീക്കത്തിൽ യൂത്ത് ലീഗിന് പ്രതിഷേധം. യുവാക്കളുടെ അവസരം ഇല്ലാതാക്കുമെന്ന ആശങ്ക നേതൃത്വത്തെ അറിയിക്കും. വിജയ സാധ്യത പരിഗണിച്ചുള്ള തീരുമാനമെന്ന് PMA സലാം. തൃണമൂൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച UDFുമായി വിലപേശലിന് PV അൻവർ. ബീഹാറിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച മഹാസഖ്യം. മുകേഷ് സക്നി ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പ്രഖ്യാപനം പട്നയിലെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാത്തത് ഉയർത്തിക്കാട്ടി നേതാക്കൾ. നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ. ഇന്നലെ രാത്രി 10 മണിക്കാണ് പെരുന്നയിലെ വീട്ടിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കും. സാരംഗ് സുധാകരൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, മണിക്കൂറുകൾ നീളുന്നു ഇപ്പോൾ ചോദ്യം ചെയ്യൽ. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റാന്നി കോടതിയിലേക്ക് ഹാജരാക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. ആ നടപടിയിലേക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ആര്യ, ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാവിലെ തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി റാന്നിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ് അടക്കം ഇവിടെ എത്തി ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങളിലേക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഇവിടെ നിന്ന് മാറുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരത്തിനുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും അദ്ദേഹത്തിനെ ഇവിടെ നിന്നും വൈദ്യപരിശോധനയ്ക്കായും മറ്റും മാറ്റിയിട്ടില്ല. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം. പക്ഷേ ഇതുവരെയും ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ചോദ്യം ചെയ്യൽ, അതായത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ഇവിടെ നിന്നും മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി മാറ്റിയിട്ടില്ല. റാന്നിയിലെ കോടതിയിലേക്കാണ് എത്തിക്കേണ്ടത്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം, SP അടക്കമുള്ള പ്രത്യേക അന്വേഷണ സംഘം, വിവിധ ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഈയൊരു തിരിമറിവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ
ഇയാളിൽ നിന്നും ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അറസ്റ്റിലാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ആദ്യം അറസ്റ്റിലായത്. ശേഷം ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഈ മുരാരി ബാബുവിലേക്ക് എത്തിയതും. വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലടക്കം ഇയാളുടെ പങ്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാമർശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ റാന്നിയിലെ കോടതിയിൽ എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് സമയത്താണ് അത് മാറ്റുക എന്ന കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല. ആര്യ. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മുരാരി ബാബുവിനെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടില്ല. ഇപ്പോഴും ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെ തുടരുകയാണ്. അറസ്റ്റ് രാവിലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലിരിക്കെ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നതാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അതീവ രഹസ്യമായിട്ടാണ് SITയുടെ നീക്കങ്ങൾ നടക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി പറമ്പിൽ MP. തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ആണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മാഫിയ ബന്ധത്തിന്റെ പേരിൽ 2023 ജനുവരി 16-ന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് എന്നും ഇയാൾ ഉൾപ്പെടെ 3 പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റിയതാണെന്നും ഷാഫി ആരോപിച്ചു. ഗുണ്ടാബന്ധത്തിന്റെ പേരിലും ഗുരുതരമായ കേസുകൾ ഒതുക്കി തീർത്തതിന്റെ പേരിലും ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട പിരിച്ചുവിട്ടു എന്ന് ടൈംസിന്റെ ഇതിന്റെയൊക്കെ വാർത്ത, പിന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടതും ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത. ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് അണ്ടർ സസ്പെൻഷൻ ഫോർ ബീങ് ഇൻ ടച്ച് വിത്ത് ലാൻഡ് മാഫിയ വാസ് ഡിസ്മിസ്ഡ് ഓവർ ലാപ്സ് ഇൻ എ റേപ്പ് കേസ് വൈൽ ഹി വാസ് പോസ്റ്റഡ് ആസ് ഇൻസ്പെക്ടർ അറ്റ് ശ്രീകാര്യം സ്റ്റേഷൻ. പിരിച്ചുവിട്ടുന്നു ഇന്ത്യൻ എക്സ്പ്രസിലെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുന്നു. കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും, ഇത് 24-ലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും ന്യൂസ് 8-നും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് വാർത്തയാണ്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയോ? പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാം, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാം, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPMന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പോലീസ് അതിക്രമം ആസൂത്രിതമാണെന്നും പോലീസിന്റെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിയാണ് തനിക്ക് പരിക്കുണ്ടായതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത സെക്കൻഡിൽ എന്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെന്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അത് അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയുക. മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അറിയാതെ പറ്റിപ്പോയതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മർദ്ദന സമയത്തെ കൂടുതൽ ദൃശ്യങ്ങളും ഷാഫി പുറത്തുവിട്ടു. അതിലേക്ക് അതേസമയം കളങ്കിതരായ 144 പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാർ എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം ഇതോടെ പൊളിയുകയാണ്. നടപടി നേരിട്ടവർ സേനയിൽ തിരിച്ചെത്തിയതിന് തെളിവായി അഭിലാഷ് ഡേവിഡിന്റെ പുനർനിയമനം. MS അനീഷ് കുമാറും MG മിഥുനും കൂടുതൽ വിവരങ്ങൾ നൽകും. ആദ്യം MS അനീഷ് കുമാറിലേക്ക് കടക്കുകയാണ്. അനീഷ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, വസ്തുതകൾ, അത് ചില ദൃശ്യങ്ങളുടെ ഒക്കെ സഹായത്തോടുകൂടി നിരത്തിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഈ പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിന്റെ ഇടപെടൽ അല്ലെങ്കിൽ പോലീസിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഷാഫി പറമ്പിൽ
കൂടുതൽ വ്യക്തമാക്കി തരികയായിരുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് ഷാഫി ഇക്കാര്യത്തിൽ പറഞ്ഞത്? തീർച്ചയായും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഷാഫി പറമ്പിൽ MP മുന്നോട്ട് വച്ചിരിക്കുന്നത്. പേരാമ്പ്ര സംഘർഷം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പ്രകോപിതരായി UDF പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുകയും അല്ലെങ്കിൽ സ്ഫോടക വസ്തു എറിയുകയും പിന്നീട് പോലീസ് തിരിച്ച് ലാത്തിച്ചാർജ് നടത്തുകയും ചെയ്തു എന്ന തരത്തിലാണ് ആദ്യ ഘട്ടങ്ങളിൽ വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ പിന്നീട് റൂറൽ SP തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നു. കുഴപ്പക്കാരായ ചില പോലീസുകാരുണ്ട്, അവരാണ് ബഹുമാനപ്പെട്ട MP-യുടെ തലക്കടിച്ചത് അല്ലെങ്കിൽ മറിച്ചത് എന്ന് റൂറൽ SP തന്നെ ഒരു പൊതുപരിപാടിയിൽ പറയുന്നു. AI ടൂളിന്റെ സഹായത്തോടുകൂടി ഇത്തരം കുഴപ്പക്കാരായ അല്ലെങ്കിൽ MP-യെ മർദ്ദിച്ച പോലീസുകാരെ കണ്ടെത്തും എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. AI ടൂളില്ല, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല, MP-യുടെ മൊഴി പോലും എടുത്തില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഒപ്പം MP-യെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്ന സാഹചര്യവും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ വളരെ ആഴത്തിലുള്ള അന്വേഷണവുമായി UDF പ്രവർത്തകർ മുന്നോട്ട് പോകുന്നതും ഈ MP-യെ മർദ്ദിച്ച പോലീസുകാരൻ അഭിലാഷ് ഡേവിഡ് എന്ന വടകര പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂം CI ആയ പോലീസുകാരനെ കണ്ടെത്തുന്നത്. അദ്ദേഹം ഒരു തവണ ആകസ്മികമായി സംഘർഷത്തിനിടെ തലക്കടിക്കുന്നതല്ല, മറുവശത്തും കൂടെ പോയി 2 തവണ അടിക്കുന്നു. ഒരു തവണ മൂക്കിനും ഒരു തവണ തലക്ക് പിടിക്കുന്നു. 3ാമത്തെ തവണ മറ്റൊരു പോലീസുകാരനാണ് ഈ അഭിലാഷ് ഡേവിഡിന്റെ അടിയിൽ നിന്നും MP-യെ രക്ഷപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം കൃത്യമായ സംഘർഷ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളടക്കം പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് ഈ അഭിലാഷ് ഡേവിഡിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ MP-യുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. 2023 ഈ ഗുണ്ടകളുമൊക്കെയായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നും പോക്സോ കേസിൽ ഇരയ്ക്ക് പ്രതികൂലമായി നിലപാടെടുത്തതിനും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒപ്പം ഡിസ്മിസ് ചെയ്യാനായി പിരിച്ചുവിടാൻ വേണ്ടി ഉത്തരവിറങ്ങിയ ഒരു പോലീസുകാരൻ പിന്നീട് സർവീസിൽ തിരിച്ചു കയറുന്നു. ഈ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടും സർവീസിൽ തിരിച്ചു കയറിയതുമായി ബന്ധപ്പെട്ടും വിവരാവകാശ രേഖകൾ പ്രകാരം വിവരങ്ങൾ തേടിയെങ്കിലും അത് ലഭ്യമല്ല എന്ന മറുപടി നൽകുന്നു. ഇതേ ഉദ്യോഗസ്ഥനാണ് വടകരയിൽ നിന്നും പേരാമ്പ്രയിലെത്തി MP-യുടെ തലക്കടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ട് ഒരു കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ എന്ന് സംസ്ഥാന സർക്കാർ ഏറ്റവും അഭിമാനകരമായ കാര്യമായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. സേനയ്ക്കുള്ളിലെ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടികളെടുക്കുന്നു, ഏറ്റവും അധികം പോലീസുകാരെ പിരിച്ചുവിട്ട സംസ്ഥാനം കേരളമാണ് എന്നൊക്കെ അഭിമാനപൂർവ്വം പറയുമ്പോഴും ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളില്ല. പോലീസുകാരെ പിരിച്ചുവിടുമ്പോൾ അത് വലിയ വിജ്ഞാപനമായി പുറത്തിറക്കുകയും വലിയ വാർത്തയായി മാറുകയും ചെയ്യും. പക്ഷേ അവരെ തിരിച്ചെടുക്കുമ്പോൾ അത് അറിയുന്നില്ല. തിരിച്ചെടുക്കപ്പെടുന്നവർ എവിടെ ജോലി ചെയ്യുന്നു, എന്തൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങളിലാണ് പിന്നീട് അവർ ഏർപ്പെടുന്നതെന്ന് സംബന്ധിച്ച് യാതൊരു ചിത്രവും ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് MP ആരോപിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് നേതാവ് KM അഭിജിത്ത് ഒക്കെ നമ്മളോട് പറഞ്ഞത് ഓംപ്രകാശ് അടക്കമുള്ള ഗുണ്ടാ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഈ അഭിലാഷ് എന്ന പോലീസുകാരൻ. ഒപ്പം SFI പ്രവർത്തകനാണ്, CPM-ന്റെ സഹയാത്രികനാണ്, വഞ്ചൂരിലെ CPM ഓഫീസിൽ സ്ഥിരമായി പോകുന്ന ആളാണ്. അതുകൊണ്ട് ഈ വടകര പോലുള്ള ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നേരത്തെ മുതൽ തന്നെ സംഘർഷഭരിതമായ ഒരു സാഹചര്യം, TP ചന്ദ്രശേഖരന്റെ കാലം മുതൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയം, ഒപ്പം ഈ ഷാഫി പറമ്പിൽ മത്സരത്തിലേക്ക് എത്തിയപ്പോൾ ഒരു മത്സര ചിത്രം തന്നെ മാറുന്ന സാഹചര്യം, അങ്ങനെ ദൈനംദിനമായി UDF പ്രവർത്തകരും CPM ഒക്കെ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും പോലീസും UDF പ്രവർത്തകരുമായി സംഘർഷത്തിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ഇത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിച്ചത് തന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് UDF പറയുന്നത്. കാരണം കൃത്യമായി MP-യെ തെരഞ്ഞു പിടിച്ച് പല ദിശയിൽ നിന്നും ഇതേ ഉദ്യോഗസ്ഥൻ തലക്കടിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ അവർ പുറത്തുവിടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങേയറ്റം ഗുരുതരമായ ആരോപണമാണ്. ഒന്ന്, ഒരു MP ആയ ആളെ വകവരുത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന UDF ആരോപണം. മറ്റൊന്ന്, കളങ്കിതനായ ഒരു ഉദ്യോഗസ്ഥനെ അച്ചടക്ക നടപടിയെടുത്തു പോക്സോ കേസ് പോലെ ഗുരുതരമായ കുറ്റം ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ ഭൂമാഫിയയുമായി അല്ലെങ്കിൽ മറ്റു ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കുകയും പിന്നീട് വീണ്ടും സർവീസിൽ തിരിച്ചു കയറ്റുകയും അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും വിവരാവകാശ രേഖകൾ പ്രകാരം പോലും നൽകുകയും ചെയ്യാതിരിക്കുക, അത് സർക്കാരിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള പാർട്ടിയുടെ ആളായി ഇദ്ദേഹം നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. എന്തായാലും സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാകുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തീർച്ചയായും സനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. അനീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കളങ്കിതരായ 144 പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാർ എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം കൂടിയാണ് ഷാഫി പറമ്പിലിന്റെ വാക്കുകളിലൂടെ ഇവിടെ പൊളിഞ്ഞു വീണിട്ടുള്ളത്. MG മിഥുൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ മാഫിയ ബന്ധം അടക്കം ആരോപിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഭിലാഷ് ഡേവിഡ് സേനയിൽ എങ്ങനെ തിരിച്ചെത്തി? ഇതിപ്പോൾ ഒരു അഭിലാഷ് ഡേവിഡിന്റെ കാര്യമാണോ, അതോ ഈ മുഖ്യമന്ത്രി പുറത്താക്കിയെന്ന് പറയപ്പെടുന്ന 144 പേരും അവരെല്ലാം സമാനമായ രീതിയിൽ സേനയിൽ തന്നെ തിരികെ എത്തിയിട്ടുണ്ടോ? അവരിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണ് ഈ വിഷയത്തിന്റെ ഒരു വാസ്തവം?
ആര്യ, ഇപ്പോഴാണ് ഈ ഒരു വിഷയത്തിൽ ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ മാസമായിരുന്നു പ്രതിപക്ഷം ഇത്തരത്തിലൊരു വിഷയം സഭയിൽ ഉന്നയിക്കുന്നത്. അന്ന് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോഴാണ് ഇതിന് മറുപടി എന്നോണം മുഖ്യമന്ത്രി ചില കണക്കുകൾ നിരത്തിക്കൊണ്ട് പോലീസ് സേനയിലെ കളങ്കിതരായിട്ടുള്ള 144 പേരെ പിരിച്ചുവിട്ടു എന്നടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ, അത് സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തുവിടുകയും ചെയ്തത്. അതിൽ പറഞ്ഞത് രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ചെയ്യാത്ത തരത്തിലുള്ള നടപടിയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ മുഖം നോക്കാതെയുള്ള നടപടി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ 144 പേരെ സേനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം മുഖ്യമന്ത്രി തന്നെയാണ് സഭയെ അറിയിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ 144 പേരെ പുറത്താക്കിയത് ഏത് പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കപ്പെട്ടത്, അവർ ചെയ്ത കുറ്റം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള രേഖകളൊന്നും തന്നെ പോലീസ് ആസ്ഥാനത്ത് ലഭ്യമല്ല എന്നുള്ളതാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത്. അത്തരത്തിൽ മുഖ്യമന്ത്രി, അതായത് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ച് സേനാ വിഭാഗത്തിൽ നിന്ന് ഈ 144 പേരെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ പോലും തന്നെ പോലീസ് ആസ്ഥാനത്ത് സംബന്ധിച്ചുള്ള ഒരു രേഖകളുമില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവരെ ഇങ്ങനെ പുറത്താക്കണമെങ്കിൽ ഇത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 311 പ്രകാരം ചില നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്, ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രകാരം കൃത്യമായ രീതിയിൽ വകുപ്പ് തല അന്വേഷണം നടത്തണം. അതിനുശേഷം ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ ഈ വിഷയത്തിൽ ബോധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കണം. അതിനുള്ള അവസരമുണ്ടാകും. അതിന് നിരവധി സമയം നൽകാറുണ്ട്. ഒപ്പം തന്നെ PSC ഇക്കാര്യത്തിൽ കൃത്യമായി അറിയിച്ചിരിക്കണം അടക്കമുള്ള ചില മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ ഇവരെ പുറത്താക്കിയത് എന്നടക്കമുള്ള ചോദ്യം ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഷാഫി കൊളുത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വിഷയം അത് ഒരു അഭിലാഷ് ഡേവിഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവരും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ സർവീസിലേക്ക് തിരികെ പ്രവേശിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അഭിലാഷ് ഡേവിഡുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ വിഷയത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തതായിരുന്നു. അതിനുശേഷം ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ തിരികെ സർവീസിൽ പ്രവേശിക്കുകയായിരുന്നു ചെയ്തതാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പിരിച്ചുവിട്ട നടപടി ഒരിക്കലും സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുകൂടി അഭിലാഷ് ഡേവിഡ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കണക്ക് പുറത്തുവിട്ടു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നത്. എന്തായാലും ഈ പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർന്നു വന്ന ആ വിവാദങ്ങൾ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കൂടി പോകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തിന് ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കി? 144 പേരെ പുറത്താക്കിയെങ്കിൽ അത് എന്തിൻ്റെ നടപടിയുടെ അടിസ്ഥാനത്തിലാണ്? അവരെ ഇപ്പോഴും സർവീസിൽ അവരെ തിരികെ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരിപ്പോഴും സേനയ്ക്ക് പുറത്താണോ എന്നടക്കമുള്ള കൃത്യമായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ആര്യ, തീർച്ചയായും ഇനി ഷാഫി പറമ്പിൽ തൊടുത്തുവിട്ട ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ബാധ്യതയുള്ളത് മുഖ്യമന്ത്രിക്കാണ്, ആഭ്യന്തര വകുപ്പിനാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് വിമത ശല്യം ഒഴിവാക്കാൻ പുതിയ തന്ത്രവുമായി കോൺഗ്രസ്. വിമത വെല്ലുവിളി ഉയർത്തുന്നവർക്ക് കൗൺസിലിംഗ് നൽകാനാണ് തീരുമാനം. അച്ചടക്ക നടപടി കൊണ്ട് കാര്യമില്ലെന്ന നിലപാടിലാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായ തിരിച്ചടി പാഠമാണെന്നും മുഹമ്മദ് ഷിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. റിബലുകൾ വിമതർ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അട്ടിമറി നടത്തിയിട്ടുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ പലപ്പോഴും കാണാനാവും. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഈ കോൺഗ്രസിലാണ് കൂടുതലായും തന്നെ വിമത ചിന്തകൾ ഉയരുന്നതും പലരും സ്ഥാനാർത്ഥിയായി മാറുന്നതുമല്ല. അതിന് ഒരു മുഴം മുന്നേ നീങ്ങുകയാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് നേതൃത്വം. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇവർ ഈ രീതിയിൽ തന്നെ പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകുന്നു. പലയിടത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായെന്ന് DCC പ്രസിഡന്റ് തന്നെ പറയുന്നു. നമ്മൾക്കറിയാം, കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുണ്ടായ സാഹചര്യം റിബൽ ശല്യമാണ്. പ്രത്യേകിച്ചും ആ റിബലുകളാണ് പിന്നീട് LDFന് പിന്തുണ കൊടുത്തത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം ഞങ്ങളുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥിമാരാകാൻ താല്പര്യമുള്ളവർ അതാത് വാർഡ് കമ്മിറ്റികളിൽ, കോർപ്പറേഷൻ ഡിവിഷൻ കമ്മിറ്റികളിലൊക്കെ അവരവരുടെ താല്പര്യങ്ങൾ അറിയിച്ച് അതിൽ ഏറ്റവും ഉചിതമായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിമാരെ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിമാരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്
യഥാർത്ഥ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനം വിമതരാകാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ ആ രീതിയിൽ എതിർപ്പ് ഉയരുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ അവരെ കണ്ട് ചർച്ച നടത്തി അത് ഒഴിവാക്കുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ അവരെ ഉപദേശിച്ച് നന്നാക്കുക അല്ലെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് നൽകുക എന്നതാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഈ രീതിയിലേക്ക് സ്ഥാനാർത്ഥികൾ വരാൻ സാധ്യതയുള്ളിടത്ത് നേരത്തെ തന്നെ അതാത് ബ്ലോക്ക് ഭാരവാഹികളുടെ എല്ലാം നേതൃത്വത്തിൽ ഈ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അത്തരം ചിന്തകളെ തുടക്കത്തിലെ തന്നെ ഇല്ലാതാക്കി പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് ജില്ലയിൽ കൊണ്ടെത്തിക്കുക എന്നൊരാശയമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ആ രീതിയിലുള്ള ചില ചർച്ചകളിലേക്കെല്ലാം തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഈ ജനറൽ സീറ്റുകളിലേക്കടക്കം ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ വനിതകളെ അടക്കം മത്സരിപ്പിക്കുക എന്നൊരാശയം കൂടി കൊണ്ടുവരുന്നത്. അവരുടെ ഈ സംവരണ വാർഡുകളിലേക്ക് മാത്രമാക്കേണ്ട വിജയ സാധ്യതയുണ്ടെങ്കിൽ ആ ചേരുവകൾ എല്ലായിടത്തും പരീക്ഷിക്കുക എന്ന രീതിയിൽ തന്നെ അത്തരമൊരാശയവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജില്ലയിൽ താരതമ്യേന ജില്ലയിൽ ഒരു മേധാവിത്വമുള്ളത് കോൺഗ്രസിന് UDFന് തന്നെയാണ് പല കാലത്തും. പക്ഷേ പലപ്പോഴും അതിന് തിരിച്ചടി നേരിടുന്നത് ഇത്തരം വിമത നീക്കങ്ങളിലൂടെയാണ്. കഴിഞ്ഞ തവണ കൊച്ചിൻ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടത് തന്നെയാണ് അതിലേറ്റവും വലിയ ഉദാഹരണം. കോൺഗ്രസ് വിമതരെ സ്വന്തമാക്കിയത് ഇടതുമുന്നണിയാണ്. അത് അതിശയപ്പെടുത്തുന്ന ഒരു നീക്കമായിരുന്നു. അങ്ങനെ 5 വർഷക്കാലം ആ വിമതരുടെ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് തന്നെ LDFന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഒരു വേള പോലും അവർ മാറ്റി ചിന്തിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ സ്വന്തം പാളയത്തിലുള്ളവരെ പോലും അന്ന് ഒരുമിച്ച് നിർത്താനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നത് വലിയ പിടിപ്പുകേടായാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വലിയ പരിധിവരെ തടയിടാനായിട്ട് സ്വന്തം പാളയത്തിൽ നിന്ന് ഉണ്ടാകുന്ന വിമത ശബ്ദങ്ങളെ നിശബ്ദരാക്കാൻ അവരെ തല്ലുകയല്ല, തലോടുകയാണ്, ഒപ്പം നിർത്തുകയാണ്, ഉപദേശിച്ച് കൊണ്ടു നടക്കുകയാണ് എന്നൊരു തിരിച്ചറിവിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതിനുവേണ്ട നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാനുള്ള ലീഗ് തീരുമാനത്തിൽ യൂത്ത് ലീഗിന് പ്രതിഷേധം. യുവാക്കളുടെ അവസരം ഇല്ലാതാക്കുന്നതാണ് നടപടിയെന്ന നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം. എന്നാൽ പാർട്ടിയുടെ വിജയവും പ്രാദേശിക സമവാക്യങ്ങളും പരിഗണിച്ചാണ് 3 തവണ മത്സരിച്ച് മാറി നിന്നവർക്ക് ഇളവ് നൽകുന്നതെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു 3 തവണ മത്സരിച്ചവരെ ഇനി മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളത്. അത് വലിയ തോതിൽ തന്നെ യുവാക്കൾക്ക് മത്സരിക്കാനുള്ള അവസരം നൽകുകയും അത് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ കാര്യത്തിലാണ് ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നത്. അതായത് 3 തവണ മത്സരിച്ച് കഴിഞ്ഞ തവണ മാറി നിന്നവർക്ക് വീണ്ടും മത്സരിക്കാൻ, അതും പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്നും ഏകകണ്ഠേന ഒരു അഭിപ്രായം വരികയാണെങ്കിൽ, ഇദ്ദേഹം മാത്രമാണെങ്കിൽ ഇവർ മാത്രമാണ് മത്സരിക്കേണ്ടത് എന്ന ഒരു അഭിപ്രായം വരികയാണെങ്കിൽ അവർക്ക് പരിഗണന കൊടുക്കണം, അവരെ മത്സരിപ്പിക്കണം എന്ന ഒരു തീരുമാനമാണ് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ തവണ മത്സരിക്കാതെ മാറി നിന്നവർക്ക് മാത്രം വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം വിശദീകരിക്കുന്നത്. 3 തവണ ജനപ്രതിനിധികളായ ആളുകൾ കഴിഞ്ഞ തവണ പാർട്ടി തീരുമാനമനുസരിച്ച് മാറി നിന്നിട്ടുണ്ട്. അവർക്ക് അങ്ങനെ മാറി നിന്ന ആളുകൾക്ക് ഇത്തവണ മത്സരിക്കാൻ ആ വാർഡിലെ ബന്ധപ്പെട്ട വാർഡിലെ കമ്മിറ്റിയും അവരുൾക്കൊള്ളുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കമ്മിറ്റിയും അവരുൾക്കൊള്ളുന്ന മണ്ഡലം കമ്മിറ്റിയും ഏകകണ്ഠമായി അവരുടെ പേര് ശുപാർശ ചെയ്താൽ അത് പരിഗണിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കും. ഇത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതിന്റെ ഗുണഫലം ലഭിച്ചത് യൂത്ത് ലീഗിനാണ്. ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് നേതൃത്വം മാറുമ്പോൾ അത് യൂത്ത് ലീഗിന്റെ അവസരങ്ങൾ കുറയ്ക്കുമോ എന്നൊരാശങ്കയും യൂത്ത് ലീഗ് പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ആശങ്ക നേതൃത്വത്തെ അറിയിക്കുവാനും യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗിനെ സംബന്ധിച്ച് എല്ലാ തവണയും അവർക്ക് ഏറ്റവും അധികം അവസരം ലഭിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു 3 ടേം മത്സരിച്ചവർക്ക് വീണ്ടും അവസരം കൊടുക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഏത് തരത്തിലായിരിക്കും അവരുടെ അവസരം കുറയ്ക്കുക എന്നൊരാശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. എന്നാണ് ഇക്കാര്യത്തിൽ നേതൃത്വത്തെ ഇക്കാര്യങ്ങൾ അറിയിച്ച് അവരുടെ ആശങ്ക അറിയിച്ച് ഈ തീരുമാനത്തിൽ അവർക്കുള്ള അതൃപ്തി അല്ലെങ്കിൽ അവർക്കുള്ള ആശങ്ക യൂത്ത് ലീഗ് നേതൃത്വത്തെ നേരിട്ട് അറിയിക്കും എന്ന് തന്നെയാണ് അറിയാനാവുന്നത്. വലിയ തോതിൽ തന്നെ
ഈ ഒരു വിഷയത്തിൽ യൂത്ത് ലീഗിൽ പ്രതിഷേധമുണ്ടെങ്കിലും അത് പരസ്യമായിട്ട് ഒരുപക്ഷെ ഇറങ്ങാനുള്ളൊരു സാധ്യത, പുറത്തേക്ക് വരാനുള്ള സാധ്യതയും കുറവാണ്. നേതൃത്വം നൽകുന്ന ഉറപ്പിൽ വിശ്വാസമർപ്പിച്ച് അവർ പാർട്ടിക്കൊപ്പം നിൽക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. എന്നാണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് ത്രിതല പഞ്ചായത്തിൽ എവിടേക്ക് മത്സരിച്ചാലും അത് ഒരു ഘട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കുക. അതായത് പഞ്ചായത്ത് തലത്തിൽ മത്സരിച്ചാലും ബ്ലോക്കിലേക്ക് മത്സരിച്ചാലും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചാലും അങ്ങനെ 3 തവണ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അത് ഓരോ തവണ ആയിട്ട് തന്നെ വേണം കണക്കാക്കുവാൻ എന്നാണ് ലീഗ് പറയുന്നത്. അവിടെ കഴിഞ്ഞ തവണ മത്സരിക്കാതെ മാറി നിന്നവർക്ക് മാത്രമാണ് ഈ ഇളവെന്നും നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. മലബാറിലെ വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വിലപേശലിന് PV അൻവർ. പരമാവധി സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിലെങ്കിലും നിർണായക ശക്തിയാകാനും അതുവഴി UDF പ്രവേശനം ഉറപ്പാക്കാനുമാണ് അൻവറിന്റെ നീക്കം. നിലമ്പൂർ നഗരസഭയിലും വഴിക്കടവ്, ചുങ്കത്തറ പഞ്ചായത്തുകളിലും ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ വീണ്ടും UDFിലേക്കുള്ള പ്രവേശന സാധ്യതകൾ സജീവമാക്കുകയാണ് PV അൻവർ. ഏറെ വൈകാതെ അൻവറിനെ UDFിനൊപ്പം ചേർത്തുള്ള പ്രഖ്യാപനം വരുമെന്ന പ്രതീക്ഷയാണ് അൻവറിനൊപ്പമുള്ളവർ പങ്കുവയ്ക്കുന്നത്. ഇതോടൊപ്പം തന്നെ തന്റെ ഒപ്പം നിൽക്കുന്നവരെ വിവിധ മണ്ഡലങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മത്സരത്തിന് പ്രഖ്യാപിച്ചുകൊണ്ട് അൻവർ താൻ സജീവമാണെന്ന പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിലമ്പൂർ നഗരസഭയിലേക്കും അതുപോലെ തന്നെ ചുങ്കത്തറ, വഴിക്കടവ് പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികൾ 6 സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ഥാനാർത്ഥികളെ വരും ദിവസം പ്രഖ്യാപിക്കുമെന്നാണ് അൻവറിനൊപ്പമുള്ളവർ വ്യക്തമാക്കുന്നത്. ഒരു തരത്തിൽ ഇതൊരു സമ്മർദ്ദതന്ത്രം തന്നെയാണ്. UDFിനും കോൺഗ്രസിനും അൻവറിനെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം നിലമ്പൂരിൽ തന്നെ അദ്ദേഹത്തെ ഒപ്പം ചേർക്കാഞ്ഞത് VD സതീശനോടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നും മറ്റു ചില കാരണങ്ങൾ കൊണ്ടുമാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ അൻവറിനെ പോലെയുള്ള ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായം UDFിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനുമില്ല. അതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ അൻവറിനെ ഒപ്പം ചേർത്തുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കണക്കുകൂടൽ തന്നെയാണ് അൻവറിനുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലെ പ്രഖ്യാപനങ്ങൾ താൻ സജീവമായിട്ട് തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന സൂചന നൽകുവാനാണ്. ഒരുപക്ഷെ UDFിന്റെ പ്രവേശന സാധ്യതകൾ കണക്കിലെടുത്തായിരിക്കും മറ്റ് ഇടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എന്നാണ് അറിയാനാകുന്നത്. ഏറെ വൈകാതെ തന്നെ അൻവറിനെ UDFിനൊപ്പം ചേർത്തുള്ള പ്രഖ്യാപനം വരുമെന്നൊരു കണക്കൂട്ടൽ അൻവറിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലിടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ അൻവർ ഇപ്പോൾ പ്രഖ്യാപിക്കാത്തത്. പക്ഷേ നിലവിൽ തന്റെ ശക്തി കേന്ദ്രങ്ങളാണ് അൻവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതും ഒരുപക്ഷെ അന്തിമ ചർച്ചകളിൽ ഇനിയുള്ള പ്രഖ്യാപനമൊക്കെ UDFുമായുള്ള ആലോചനകൾക്ക് ശേഷം അന്തിമ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക എന്ന വിവരമാണ് അൻവറിന്റെ ക്യാമ്പിൽ നിന്നും ലഭിക്കുന്നത്. അതാണെങ്കിലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് UDFിന്റെ ഒപ്പം ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് PV അൻവറും അൻവറിന്റെ ഒപ്പമുള്ളവരും പങ്കുവയ്ക്കുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ബീഹാറിൽ RJD നേതാവ് തേജസ്വി യാദവ് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പട്നയിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. VIP നേതാവ് മുകേഷ് സക്നി ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. നിതീഷ് കുമാറിനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി NDA പ്രഖ്യാപിക്കുന്നില്ലെന്ന ചോദ്യമാണ് ഇന്ത്യ സഖ്യം ഉയർത്തുന്നത്. इस चुनाव में अगले मुख्यमंत्री चेहरे के रूप में तेजस्वी यादव जी को हम लोग सपोर्ट करते हैं, जो एक नौजवान है, लंबा फ्यूचर है इनके साथ में, और मेरा अनुभव से मैं कह सकता हूं जिसका लंबा फ्यूचर होता है पब्लिक उनको साथ देती है. अब तुम पूछना चाहते हैं अमित शाह जी से, इनकी पार्टी के अध्यक्ष जी से, क्या पता ही हमारा नेता तो हो गया तेजस्वी यादव, आपका नेता कौन है बता दीजिए. इससे काम नहीं चलेगा कि नीतीश कुमार के नेतृत्व में चुनाव लड़ा जाएगा. अगला मुख्यमंत्री का उम्मीदवार आपका कौन है ये उनको बताना पड़ेगा, ये हमारी मांग है. हम महागठबंधन के लोग केवल सरकार बनाने के लिए ही नहीं, मुख्यमंत्री बनने के लिए नहीं, बल्कि हम लोगों को बिहार बनाने का काम करना है. इसलिए हम लोग एकजुट हुए हैं कि सभी महागठबंधन के साथियों ने मुझ पर पुनः भरोसा जताया है. इसके लिए सभी हमारे महागठबंधन के नेता हों, कार्यकर्ता हों, उन सब लोगों को दिल से हम धन्यवाद देते हैं. ER രാഗേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. RJD നേതാവ് തേജസ്വി യാദവ് തന്നെയാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ആ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പങ്കുവെച്ചതാണ്. എന്തായാലും ഈ മഹാസഖ്യത്തിൽ ഉണ്ടായിരുന്ന
പ്രതിസന്ധികൾ, അസ്വാരസ്യങ്ങൾ, അതേ തുടർന്നുണ്ടായ ചർച്ചകൾ, അതിനെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തേജസ്വിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വീണ്ടും പ്രചരണത്തിൽ കളം നിറയാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം, അല്ലേ? ഒടുവിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സീറ്റ് നിർണയം സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പട്നയിൽ കണ്ടത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യമാണ്. മുന്നണിയിലെ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നിരീക്ഷകനായ അശോക് ഗെഹ്ലോത്താണ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഒപ്പം തേജസ്വിക്ക് പുറമെ ഉപമുഖ്യമന്ത്രിയെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. VIP നേതാവ് മുകേഷ് സൈനിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. VIP ഇന്ത്യ സഖ്യത്തിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വലിയ പാർട്ടിയല്ല. സീറ്റ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ആണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. അത് കഴിഞ്ഞാൽ CPIM ആണ്. പക്ഷേ മുകേഷ് സൈനിയെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. അതിന് കാരണങ്ങൾ പലതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം EBC വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാവാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ വോട്ടുകൾ കൂടി സമാഹരിക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് മുകേഷ് സൈനിയെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ പല പരാതികൾ മുകേഷ് സൈനിക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി അടക്കം ഇടപെട്ടുകൊണ്ടാണ് അവർക്ക് 15 സീറ്റുകൾ നൽകാൻ തീരുമാനമായിരിക്കുന്നതും. കഴിഞ്ഞ തവണ NDAക്കൊപ്പമാണ് സൈനി മത്സരിച്ചത്. ഈ കാരണങ്ങളൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി ആകുമെന്ന വാഗ്ദാനം നൽകിയിരിക്കുന്നതും അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അധികാരത്തിൽ വരികയാണെങ്കിൽ കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്ന സൂചനയും അശോക് ഗെഹ്ലോത്ത് നൽകി. ഏതായാലും ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നാണ്. കാരണം നിതീഷ് കുമാറാണ് കഴിഞ്ഞ ഒരു 20 വർഷമെടുത്താൽ 9 മാസത്തെ കാലാവധിയിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 2 മുന്നണികളുമായി ബീഹാറിനെ ഭരിക്കുന്നത്. പക്ഷേ ഇത്തവണ NDA അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് നിതീഷിനെ പ്രഖ്യാപിക്കുന്നില്ല? അമിത്ഷായ്ക്ക് അതിന് മറുപടി ഉണ്ടോ എന്ന ചോദ്യമാണ് അശോക് ഗെഹ്ലോത്ത് ചോദിക്കുന്നത്. അതേ ചോദ്യം തേജസ്വി യാദവും ആവർത്തിക്കുന്നു കണ്ടു. അങ്ങനെ NDAയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് നിതീഷ് കുമാർ തന്നെയാണ് NDAയുടെ മുഖം. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും NDA ആശ്രയിക്കുന്ന നിതീഷ് കുമാറിനെയാണെന്ന് നല്ലപോലെ ഇന്ത്യ സഖ്യത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് BJP നിതീഷ് കുമാറിനെ പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ഇപ്പോൾ ഇന്ത്യ സഖ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, രാഗേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ ശതാബ്ദി ആചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു ആധുനിക കാലത്തും ഗുരുദർശനം പ്രസക്തമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്തു. വൈകിട്ട് പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് രാഷ്ട്രപതി. സന്ദർശനം കണക്കിലെടുത്ത് തിരുവനന്തപുരത്തും കോട്ടയത്തും ഗതാഗത നിയന്ത്രണവുമുണ്ട്. ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, തിരുവനന്തപുരത്തെ പരിപാടിക്ക് ശേഷം കോട്ടയത്തേക്കാണ് എത്തുന്നത് രാഷ്ട്രപതി. അവിടേക്ക് എപ്പോഴത്തേക്കാണ് എത്തുക? അവിടുത്തെ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണം അടക്കമുള്ളവയുടെ വിശദവിവരങ്ങൾ. ആര്യ, 2:50 വരെ രാഷ്ട്രപതി ശിവഗിരി മഠത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിപ്പ്. അതായത് രാഷ്ട്രപതി ഭക്ഷണം കഴിക്കുന്നത് ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും, സ്വാമിമാരുമായിട്ടുള്ള സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ സമാധിയിലടക്കം രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നു. എന്തായാലും 2:50 തിരിച്ച് ഏതാണ്ട് 3:50 പാലാ സെൻറ് തോമസ് കോളേജ് ഹെലിപ്പാഡ് ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോഴുള്ള അറിയിപ്പ്. ഇടയ്ക്ക് ചില മഴയും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. കോട്ടയത്തും സമാനമായ രീതിയിൽ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിലും ഹെലിപ്പാഡ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ 2 സ്ഥലങ്ങളിലും പരീക്ഷണ പറക്കലടക്കം പൂർത്തിയാക്കിയതാണ് പോലീസും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും. എന്തായാലും 3:50 അവിടെ എത്തിയാൽ ഏതാണ്ട് 4:15 പരിപാടി ഉദ്ഘാടനം ചെയ്യും. 5 മണിക്ക് ശേഷം കോട്ടയത്തേക്ക് വീണ്ടും ഹെലികോപ്റ്റർ മാർഗം പറക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി അതല്ല എങ്കിൽ റോഡ് മാർഗമുള്ള ക്രമീകരണമുണ്ട്. പാലായിൽ നിന്ന് ഏറ്റുമാനൂർ വന്ന്
കോട്ടയത്തെത്തി ബേക്കർ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് അങ്ങനെ കുമരകത്തേക്ക് പോകും. ഇന്ന് കുമരകത്താണ് രാഷ്ട്രപതി താമസിക്കുന്നത് എന്നുള്ളതും കോട്ടയത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമേറിയ ഒന്നായി മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം AB വാജ്പേയി കുമരകത്ത് വന്ന് താമസിക്കുകയും അതിൻ്റെ കുമരകത്തിൻ്റെ വികസനം, പ്രശസ്തി ഉൾപ്പെടെ ലോകത്തിൽ ഉയരുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ കോട്ടയത്തെ സന്ദർശനത്തിൽ സെൻറ് തോമസ് കോളേജിലെ പരിപാടിക്കും അപ്പുറം താമസിക്കുന്ന ഒരിടമായി കോട്ടയം മാറുന്നു, അത് കുമരകം മാറുന്നു എന്നുള്ളത് കോട്ടയം നിവാസികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ഉയർത്തുന്ന ഒരു ഘടകം കൂടിയാണ്. എന്തായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഈ രാഷ്ട്രപതി സഞ്ചരിക്കാൻ സാധ്യതയുള്ള റോഡുകളിൽ പാർക്കിംഗ് ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി സഞ്ചരിക്കുന്ന സമയത്തായിരിക്കും തുടർന്ന് മറ്റ് ക്രമീകരണങ്ങൾ ആവശ്യമെങ്കിൽ ഉണ്ടാകും. ഇപ്പോൾ ഹെലികോപ്റ്ററിലാണ് വരുന്നതെങ്കിൽ പിന്നീട് പാല മുതലുള്ള റോഡിൽ കാര്യമായ നിയന്ത്രണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അതേസമയം കോട്ടയം കുമരകം എന്തായാലും റോഡ് മാർഗം തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ റോഡിൽ വൈകുന്നേരം ഏതാണ്ട് 5:30 ഇവിടെ ഹെലിപ്പാഡിൽ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അവിടെ നിയന്ത്രണങ്ങൾ ശക്തമായി തന്നെ ഉണ്ടാകും. വലിയ പോലീസ് സന്നാഹം തന്നെയാണ് കോട്ടയത്ത് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് കോട്ടയവും പാലായും കുമരകവുമൊക്കെ. ജി ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ച് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ട ആലത്തൂർ ഡിവൈഎസ്പിയോട് വിശദീകരണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി. ഹൈക്കോടതി വിധി കാറ്റിൽ പറത്തി പലവിധ ആചാര ലംഘനങ്ങൾ നടത്തിയാണ് രാഷ്ട്രപതിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തിയതെന്നായിരുന്നു വാട്സ്ആപ്പ് സ്റ്റാറ്റസിന്റെ ഉള്ളടക്കം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തുടർന്ന് എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജയ് സുധാബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, അതിശക്തമായ മഴ വരാൻ പോകുന്നു എന്നാണ് മുന്നറിയിപ്പ് അല്ലേ? ഇപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന മുന്നറിയിപ്പുകളിൽ, അലർട്ടുകളിലൊക്കെ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അതെ ആര്യ, ഇനി വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ കേരളത്തിൽ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തെക്ക് കിഴക്കൻ ഈ അറബിക്കടലിൽ ഉണ്ടായിരുന്ന ന്യൂനമർദ്ദം അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് തീരത്ത് തെക്ക് പടിഞ്ഞാറായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിലുള്ള തീവ്ര ന്യൂനമർദ്ദവും അതും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ന്യൂനമർദ്ദങ്ങളുടെ ഒരു സ്വാധീന ഫലമായിട്ടാണ് കേരളത്തിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് നിലവിലുള്ളത്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് ഈ തെക്കൻ സംസ്ഥാനങ്ങളിലും മഴ ശക്തമാണ് നിലവിൽ. ഇപ്പോൾ നിലവിൽ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മഴ അതിശക്തമായിട്ട് തന്നെ തുടരും എന്നാണ് നിലവിൽ അറിയിപ്പുള്ളത്. നാളെ 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പെയ്യുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നറിയിച്ചിട്ടുണ്ട്. തീരദേശങ്ങളിൽ ശക്തമായിട്ട് ഉയരത്തിൽ തിരമാല വീശി അടിച്ചേക്കാം എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്ക് തുടരുകയാണ് കേരള, കർണാടക തീരങ്ങളിൽ. അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിലും ജാഗ്രത പാലിക്കണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. ആര്യ, അജയ് സുധാബിജുവാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യവ്യാപകമായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നവംബർ ആദ്യ വാരത്തിൽ തുടക്കം. കേരളമടക്കം അടുത്ത വർഷം പകുതിയോടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ആദ്യം നടപ്പാക്കുക. ഫെബ്രുവരി ആദ്യ വാരത്തോടെ പരിഷ്കരണം പൂർത്തിയാക്കാനാണ് നീക്കം. ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിക്കാവൂ എന്ന് അസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷമാകും നടപടികൾ തുടങ്ങുക. മലേഷ്യയിൽ നടക്കുന്ന 47ാമത് ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്തേക്കില്ലെന്ന് റിപ്പോർട്ട്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമാണ് എക്സ് പോസ്റ്റിലൂടെ വിവരം അറിയിച്ചത്. ദീപാവലി ആഘോഷങ്ങൾ കണക്കാക്കി മോദി ഓൺലൈനായാകും ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നരേന്ദ്രമോദിയുമായി ടെലിഫോൺ വഴി സംസാരിച്ചിരുന്നുവെന്നും അൻവർ ഇബ്രാഹിം പറഞ്ഞു.
ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ ഇന്ത്യ മലേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാനുള്ള നടപടികൾ ചർച്ചയായി. ഒക്ടോബർ 26 മുതൽ 28 വരെ കൊലാലംപൂരിലാണ് ഉച്ചകോടി. പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആകും ഉച്ചകോടിയിൽ പങ്കെടുക്കുക. വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കുന്ന ബില്ലിന് പാർലമെന്റ് പ്രാഥമിക അംഗീകാരം നൽകി. തീവ്ര വലതുപക്ഷ എംപിയായ അവി മാവോസാണ് ബില്ല് അവതരിപ്പിച്ചത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു നീക്കം. ഗാസയിൽ സംഘർഷങ്ങൾ വീണ്ടും പുകയുന്നതിനിടെയാണ് വെസ്റ്റ് ബാങ്കിൽ പിടിമുറുക്കാനുള്ള ഇസ്രയേൽ നീക്കം. യുദ്ധത്തിലൂടെ പിടിച്ചടക്കിയ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള ബില്ലിന് ഇസ്രയേൽ പാർലമെന്റ് പ്രാഥമിക അംഗീകാരം നൽകി. തീവ്ര വലതുപക്ഷ എംപിയായ അവി മാവോസാണ് ബില്ല് നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷമായ നോം പാർട്ടിയും ഇത് പിന്തുണച്ചു. ഇതോടെയാണ് 120 അംഗങ്ങളുള്ള പാർലമെന്റിൽ 24-നെതിരെ 25 വോട്ടുകളുടെ നേരിയ വ്യത്യാസത്തിൽ ബിൽ പാസായത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ എതിർപ്പ് മറികടന്നാണ് ബില്ല് പാസായത് എന്നതാണ് ശ്രദ്ധേയം. ലിക്വിഡ് പാർട്ടിയും ഈ നീക്കത്തിനെ എതിർത്തിരുന്നു. ജൂഡിയ, സമേരിയ എന്നീ പ്രദേശങ്ങളാണ് പുതിയ ബില്ലിലൂടെ ഇസ്രയേലിന്റെ അധികാര പരിധിയിൽ വരിക. അധിനിവേശ വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാൻ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 1 മാസം മുൻപ് ഉറപ്പു പറഞ്ഞിരുന്നു. പ്രാരംഭഘട്ടത്തിൽ പച്ചക്കൊടി ലഭിച്ചെങ്കിലും ഇനിയും 3 റൗണ്ട് വോട്ടെടുപ്പ് കൂടി പാസ്സായാൽ മാത്രമേ ബില്ലിന് അംഗീകാരം ലഭിക്കുകയുള്ളൂ. അതേസമയം ഐക്യരാഷ്ട്രസഭയും മിക്ക അന്താരാഷ്ട്ര സംഘടനകളും വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങളെ ഇസ്രയേൽ അധിനിവേശ ഭൂമിയായാണ് കാണുന്നത്. വിഷയത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഭീഷണിയാണ് ഇസ്രയേൽ നീക്കമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ സന്ദർശനത്തിന് പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു പ്രതികരണം. Yeah, that's a vote in the Knesset, but obviously I think the president's made clear that's not something we'd be supportive of right now, and we think there's even threatening to the peace. കൊളോണിയൽ അധിനിവേശത്തിന്റെ വികൃതമായ മുഖമാണ് വെളിവായതെന്ന് ഹമാസ് വാർത്താക്കുറിപ്പിറക്കി. ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും വിഷയത്തെ അപലപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 2 വൻ റഷ്യൻ എണ്ണ കമ്പനികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി US. ബുഡാപെസ്റ്റിൽ വെച്ച് നടക്കാനിരുന്ന ട്രംപ് പുടിൻ ഉച്ചകോടി ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം. റോസ് നെഫ്റ്റിനും ലൂക്കോയിലിനുമാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. ഏകദേശം 4.4 ലക്ഷം കോടിയുടെ മൂല്യമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളാണിവ. ഉപരോധം ഇവരിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെയും ബാധിക്കുമെന്നാണ് സൂചന. പുതിയ നീക്കം റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് കരുതുന്നതെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ പ്രതികരിച്ചു. I don't know that they will. I think that they'll certainly have an impact. They're massive sanctions. It's sanctions on oil. The 2 biggest oil companies, among the biggest in the world, but they're Russian. They do a lot of oil. And hopefully it'll push... hopefully he'll become reasonable, and hopefully Zelensky will be reasonable too. You know, it takes 2 to tango, as they say. എറണാകുളത്ത് ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച കലാപ്രദർശനത്തിൽ ഫ്രഞ്ച് കലാകാരിയുടെ സൃഷ്ടികൾ കീറിയെറിഞ്ഞ് പ്രതിഷേധം. അശ്ലീല പ്രയോഗങ്ങൾ ഉണ്ടെന്ന് ആരോപിച്ചാണ് ആർട്ടിസ്റ്റ് PH ഹോഷ്മിന്റെ 7 ചിത്രങ്ങൾ കീറിയെറിഞ്ഞത്. പ്രതിഷേധത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലളിതകലാ അക്കാദമിയും കലാകാരി ഹനാൻ വരാമറും പ്രതികരിച്ചു. കലാസൃഷ്ടിയിൽ അസഭ്യമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി, എറണാകുളത്തെ ആർട്ട് ഗാലറി രീതിയിലുള്ള ഒരു അക്രമ സംഭവം ഉണ്ടായത്. ഇവിടെ ഫ്രഞ്ച് കലാകാരി, ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫ്രഞ്ച് കലാകാരി ഹനാൻ ബനാമറിൻ്റെ അവരുടെ പ്രദർശനമാണ്, അവരുടെ കലാസൃഷ്ടികളാണ് കയറി എറിഞ്ഞത്. ഇത് അവരുടെ കലാസൃഷ്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടത്തി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് നടന്നു പോരുകയായിരുന്നു. ഇതിൽ ഇവരുടെ കലാസൃഷ്ടികളുടെ മലയാള പരിഭാഷയാണ് കീറിയെറിഞ്ഞത്. മലയാളത്തിൽ മൊഴിമാറ്റിയ ഗോ ഈറ്റ് യുവർ ഡാഡ് എന്ന സൃഷ്ടിയിലെ പ്രയോഗങ്ങൾ ഇത് അസഭ്യ പ്രയോഗങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കലാകാരൻ തന്നെയായ ഹോച്ച്മിൻ ഇത് കീറി എറിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്.
ഇതിൽ ലിനോ കട്ട് ഗ്രാഫിക് പ്രിൻ്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ അവർ നേരിട്ട അവരുടെ ഒരു അനുഭവങ്ങൾ തന്നെ അതിൻ്റെ ഒരു പരിഭാഷ എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇത് ഉൾപ്പെടുത്തിയിരിക്കുകയും ചെയ്തത്. ഇന്ന് ഇപ്പോൾ ആർട്ട് ഗാലറിയിൽ നേരിട്ടെത്തി അവർ തന്നെ ഇതിലൊരു പ്രതിഷേധം അറിയിച്ചു. കലാകാരന്മാർ തന്നെ ഇതിനെതിരെ തിരിയുന്നത്, കലാകാരന്മാർ തന്നെ ആക്രമിക്കുന്നത് 2 വട്ടമെങ്കിലും ആലോചിക്കണം എന്നവർ പറയുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അവർ പ്രതികരിക്കുകയും ചെയ്തു. I don't know what to say. I hope artists can think twice before attacking other artists like this physically with their work. ഈ വിഷയം ഏറെ ഞെട്ടിക്കുന്നതാണെന്നും ആർട്ട് ഗാലറിയിൽ ഇത് ആദ്യമായാണ് ഇതുപോലുള്ള കേരളത്തിൽ തന്നെ ഒരു കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ അത് ഈ രീതിയിൽ അവർക്ക് പരിക്കേൽക്കുന്ന, അവരുടെ കലാസൃഷ്ടികൾക്ക് പരിക്കേൽക്കുന്ന രീതിയിൽ അവരെ ചിത്രീകരിക്കുന്നത് ശരിയായ നടപടിയല്ല. ഇതിൽ ലളിതകലാ അക്കാദമിയും ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത ഇത് സംബന്ധിച്ച് പറഞ്ഞത്. ലളിതകലാ അക്കാദമിയുടെ നിർവാഹക സമിതിയുടെ തീരുമാനപ്രകാരം നിയമപരമായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു നോർവീജിയൻ ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങുന്നത്, അതായത് 10 ആർട്ടിസ്റ്റുകളെ എല്ലാ വർഷവും അവർ 10 വർഷത്തിനായിട്ട് സാലറി കൊടുത്തുകൊണ്ടൊരു വലിയൊരു അവാർഡ് കൊടുക്കും. ആ വലിയ അവാർഡ് നേടിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തില്ലെങ്കിൽ നോർവീജിയൻ ഗവൺമെൻറ് അത് നിയമപരമായിട്ട് മുന്നോട്ട് നീക്കും. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇവിടെ നടക്കുന്ന പ്രദർശന ഹാളിലേക്ക് ഇവിടെ മറ്റൊരു കലാകാരൻ തന്നെ ഹോച്ച്മിൻ അറിയപ്പെടുന്ന, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കലാകാരൻ തന്നെയാണ്. അദ്ദേഹമാണ് ഈ സൃഷ്ടികളിൽ ഇവിടെ വരികയും ഇത് കീറിയെറിയുകയും എല്ലാം തന്നെ ചെയ്തത്. എന്തായാലും ഇത് കടുത്ത പ്രയോഗങ്ങൾ തന്നെയാണ് ഇതുള്ളത്. അത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല എന്ന ഒരു രീതിയിൽ തന്നെയാണ് ഹോച്ച്മിൻ്റെയും ഒരു നിലപാട്. ഈ തെറി കലയാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ നാളെ മറ്റൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനും അക്കാദമി അംഗീകരിക്കുമോ? എത്രയോ വർക്കുകൾ ഷോ നടത്താനായിട്ടെല്ലാം ഇവർ ജൂറി വെച്ച് ഉപേക്ഷിച്ച് കളയുന്നു. എന്നിട്ട് ഈ തെറിവാക്കുകൾക്ക് അവരെങ്ങനെ പ്രചോദനം കൊടുക്കുന്നത്? ഷോ നടത്താൻ വേണ്ടി അവരെങ്ങനെ സെലക്ട് ചെയ്തു? അതിൻ്റെ മാനദണ്ഡം എന്താണ്? അത് വ്യക്തമാക്കാൻ അക്കാദമി തയ്യാറാവണം. അതുകൊണ്ട് ഇവർ എന്തൊക്കെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു, കേസ് കൊടുക്കട്ടെ, നിയമ നടപടി പോകട്ടെ. ഞാൻ ചെയ്തപ്പോഴും ശരി തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയുടെ രചനകൾക്കാണ് ഈ രീതിയിലേക്ക് ഒരു അതിക്രമം നേരിടേണ്ടി വന്നത്. അത് കേരളത്തിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു ആർട്ട് ഗാലറിക്കകത്ത് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നതാണ് കലാസ്വാദകരെയും ഇതിൽ വളരെ വേദനിപ്പിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്. കാരണം അക്കാദമി ഹാളിൽ ഇത് പ്രദർശനം തുടങ്ങിയപ്പോൾ മുതൽ ഒരു വിഭാഗം പേർ ഇതിനെതിരെ ഇത് ഒരു അസഭ്യ പ്രയോഗങ്ങളാണ്, ഇത് വേണ്ട വിധം ആലോചിച്ചില്ല ഈ പ്രദർശനം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ പ്രതിഷേധവുമായി വന്നിരുന്നു. എന്തായാലും ഇതിപ്പോൾ ഈ സൃഷ്ടികൾക്ക് നശിപ്പിക്കപ്പെട്ട സൃഷ്ടികൾ ഇത് ഈ രീതിയിൽ തന്നെ കിടക്കും. പ്രദർശനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അക്കാദമിയുടെ തീരുമാനം. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ജാമ്യ വ്യവസ്ഥ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചു. എറണാകുളം സെഷൻസ് കോടതിയുടെ ജാമ്യ വ്യവസ്ഥ റദ്ദാക്കണമെന്നാണ് ആവശ്യം. കേരളത്തിന് പുറത്തു പോകാൻ വേടന് സെഷൻസ് കോടതി അനുമതി നൽകിയിരുന്നില്ല. ഗവേഷക വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന കേസിലെ മുൻകൂർ ജാമ്യത്തിലാണ് വിദേശത്ത് പോകരുതെന്ന വ്യവസ്ഥയുള്ളത്. ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളിലേക്ക് പോകണമെന്നാണ് വേടന്റെ ആവശ്യം. ഇതിനായാണ് ഇളവ് തേടിയത്. സംസ്ഥാനത്ത് മദ്യനയം 5 വർഷത്തേക്ക് ആക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലെന്ന മന്ത്രി MP രാജേഷ്. നിലവിൽ ഓരോ വർഷത്തേക്കായാണ് മദ്യനയം രൂപീകരിക്കുന്നത്. ഇത് മദ്യനിർമ്മാണ വ്യവസായത്തെ ബാധിക്കുന്നു. ദീർഘകാല മദ്യനയം വ്യവസായികളുടെ ആശങ്ക പരിഹരിക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കണമെന്നും മന്ത്രി പറഞ്ഞു. മദ്യനയം നമ്മൾ ഓരോ വർഷത്തേക്കാണ് മദ്യനയം പ്രഖ്യാപിക്കുന്നത്. ഓരോ വർഷത്തേക്ക് മദ്യനയം പ്രഖ്യാപിക്കുമ്പോൾ പല കോണുകളിൽ നിന്നും വരുന്ന ഒരു വിമർശനം, പരാതി, അതൊരു അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു എന്നാണ്. വലിയ നിക്ഷേപമൊക്കെ നടത്താൻ പലരും മടിക്കുന്നതിൻ്റെ ഒരു കാരണം മദ്യനയം ഒരു വർഷത്തേക്കാണ്, അടുത്ത വർഷത്തെ മദ്യനയം എന്താവും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വവും ആശങ്കയും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ വർഷവും വ്യത്യസ്തമായ തലത്തിലുള്ള നിയന്ത്രണങ്ങൾ, വ്യവസ്ഥകൾ ഒക്കെ വരുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപത്തിന് നിക്ഷേപകർ മുതിരാത്ത ഒരു സാഹചര്യം വരും. അപ്പം അത് പരിഹരിക്കാൻ 5 വർഷത്തേക്ക് മദ്യനയം രൂപീകരിക്കുക എന്ന ഒരാശയം ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. അന്തിമ തീരുമാനം എന്ന നിലയിലല്ല, ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്.
BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം. ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും അറിയിക്കാതെ നഗരസഭാ പരിധിയിലെ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ബയോമെഡിക്കൽ കെട്ടിടത്തിന്റെ കട്ടിളവെപ്പും നിർവഹിച്ചതിലാണ് പ്രതിഷേധം. PT ഉഷ MP ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സി കൃഷ്ണകുമാറും ഭാര്യയും കൗൺസിലറുമായ മിനി കൃഷ്ണകുമാറും മാത്രമാണ് പങ്കെടുത്തത്. പാലക്കാട്ടെ BJPയിൽ കുടുംബാധിപത്യമെന്നാണ് എതിർവിഭാഗത്തിന്റെ വിമർശനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി കൃഷ്ണകുമാർ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നുവെന്ന് കാണിച്ച് RSSനും BJP നേതൃത്വത്തിനും ഇവർ പരാതി നൽകി. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സംഘർഷത്തിന് പിന്നിൽ SDPI ആണെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. സമരത്തിന് നേതൃത്വം നൽകിയത് SDPI പ്രാദേശിക നേതൃത്വമാണ്. സമരസമിതിയുടെ തീരുമാനപ്രകാരമല്ല അക്രമം നടന്നതെന്നും DYFI നേതാവിനെതിരെ കേസെടുത്തതിൽ പോലീസിന് പിഴവുണ്ടായോ എന്ന് പരിശോധിക്കണമെന്നും M മെഹബൂബ് ആവശ്യപ്പെട്ടു. മെനഞ്ഞാന്നത്തെ സംഭവം ഒരു വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന അഭിപ്രായത്തിലാണ് CPM നിൽക്കുന്നത്. കാരണം ഈ സമരത്തെ നയിച്ചത് SDPIയും ആ പ്രദേശത്തുള്ള ഒരു 3-4 ലീഗ് പ്രാദേശിക നേതാക്കന്മാരുമാണ് ഈ സമരത്തെ നയിച്ചത്. സമരത്തിന് വേറെ രാഷ്ട്രീയ മുഖമൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള 3-4 കുടുംബങ്ങളും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പാർട്ടിയും ഈ സമരത്തെ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന സമീപനമാണ് പാർട്ടി സ്വീകരിച്ചത്. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥനായ പ്രതിക്ക് 7 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം കൂടി ശിക്ഷ അനുഭവിക്കണമെന്നും ഉത്തരവുണ്ട്. മാണിയാട്ട് സ്വദേശി AV പ്രതീഷിനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇയാൾ. ചീമേനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 12 വയസ്സുകാരിയെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തെത്തിയ പ്രതി ഹാളിലെ സോഫയിലിരുന്ന പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കുകയായിരുന്നു. കൊല്ലത്ത് ഓണം ബമ്പർ ലോട്ടറി മാതൃകയിൽ നറുക്കെടുപ്പ് നടത്തിയതിൽ കേസ്. വ്യാപാരി വ്യവസായ സമിതിക്കെതിരെയാണ് കേസ്. ഈ മാസം 2-നാണ് നറുക്കെടുപ്പ് നടത്തിയത്. വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർക്കെതിരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. കൊല്ലം ജില്ലാ വ്യാപാരി വ്യവസായ സമിതി സർക്കാരിന്റെ ഓണം ബമ്പർ ലോട്ടറി മാതൃകയിൽ ലോട്ടറി അടിച്ച് വിൽപ്പന നടത്തിയെന്നാണ് പരാതി. ഓണം ബമ്പറിന് സമാനമായ ലോഗോയും മഹാ ഓണം ബമ്പർ എന്ന പേരിലുമായിരുന്നു നറുക്കെടുപ്പ്. സംസ്ഥാന ലോട്ടറി മാതൃകയിൽ നറുക്കെടുപ്പ് നടത്തുന്നത് നിർത്തിവെക്കണമെന്ന് ജില്ലാ ലോട്ടറി ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ലംഘിച്ച് പരസ്യമായി നറുക്കെടുപ്പ് നടത്തുകയായിരുന്നു. നറുക്കെടുപ്പ് നടത്തുന്നില്ലെന്നായിരുന്നു വ്യാപാരികൾ അറിയിച്ചത്. ദൃശ്യങ്ങൾ സഹിതം പുറത്തുവന്നതോടെയാണ് പോലീസ് കേസെടുത്തത്. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് R രാധാകൃഷ്ണൻ, സെക്രട്ടറി സുനിൽ ഷംസുദ്ദീൻ, ട്രഷറർ R സന്തോഷ് എന്നിവരെ പ്രതികളാക്കിയാണ് കേസ്. വഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകളും ചുമത്തി. ലോട്ടറി നടത്തിപ്പ് സർക്കാരിന്റെ ഓണം ബമ്പർ വിൽപ്പനയെ ബാധിച്ചെന്നും ഇത് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും പരാതിയിലുണ്ട്. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. പ്രതിയായ ജോബി ജോർജിനെ കോഴിക്കോട് നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളെ ഇന്ന് ആറ്റിങ്ങലിൽ എത്തിക്കും. ആറ്റിങ്ങലിലെ ഗ്രീൻ ഇൻ ഹോട്ടലിലായിരുന്നു കൊലപാതകം. CPM കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല S ജയമോഹന്. നിലവിലെ സെക്രട്ടറി S സുദേവൻ അവധിയിൽ പോയതോടെയാണ് ജയമോഹന് ചുമതല നൽകിയത്. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് സുദേവൻ അവധിയിൽ പ്രവേശിച്ചത്. ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 27-ന് വിതരണം ചെയ്യും. ഇതിനായി 812 കോടി അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1,600 രൂപ വീതം ലഭിക്കുന്നത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അത്ലറ്റിക്സിൽ പാലക്കാടിന്റെ കുതിപ്പ്
3000 മീറ്ററിലെ 4 വിഭാഗത്തിലും പാലക്കാട് സ്വർണം നേടി. ഓവറോൾ പോയിന്റ് നിലയിൽ തിരുവനന്തപുരം 1-ാം സ്ഥാനത്തും കണ്ണൂർ 2-ാം സ്ഥാനത്തുമാണ്. നീന്തൽക്കുളത്തിൽ 26 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 19 സ്വർണവും തിരുവനന്തപുരത്തിനാണ്. ഇപ്പോൾ നീന്തൽക്കുളത്തിൽ അവിടെ മത്സരത്തിന് സമീപം നടക്കുന്ന വേദിക്ക് സമീപം നിന്ന് MS ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ഹരികൃഷ്ണൻ, നീന്തൽക്കുളത്തിലെ മത്സരത്തിൽ തിരുവനന്തപുരം മുന്നിൽ, ട്രാക്കിലാണെങ്കിൽ പാലക്കാടിന്റെ തേരോട്ടം അല്ലേ? തീർച്ചയായും അറിയാതെ തന്നെ പറയാം. നീന്തൽക്കുളത്തിൽ തിരുവനന്തപുരം മുന്നിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ബാക്ക് സ്ട്രോക്ക് നടക്കുകയാണ്. ജൂനിയർ വിഭാഗത്തിലും സീനിയർ വിഭാഗത്തിലും ആൺകുട്ടികളുടെ ബാക്ക് സ്ട്രോക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. 200 മീറ്ററിന്റെ ബാക്ക് സ്ട്രോക്കാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നിലവിലത്തെ സാഹചര്യം. പക്ഷെ നമ്മൾ പോയിന്റ് ടേബിളിൽ എടുത്ത് നോക്കിയാൽ ഓവറോൾ പോയിന്റ്സിൽ മുന്നിട്ട് നിൽക്കുന്നത് തിരുവനന്തപുരം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 727 പോയിന്റുകളുമായി തിരുവനന്തപുരം 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. കണ്ണൂരാണ് പിന്നിൽ, പക്ഷേ തൊട്ട് പിന്നിലൊന്നുമല്ല, ബഹുദൂരം പിന്നിലാണ്. 394 പോയിന്റുകളാണ് കണ്ണൂരിന് ഉള്ളത്. പക്ഷേ പാലക്കാട് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത്, അത്ലറ്റിക്സിൽ തീ പിടിപ്പിക്കും, ചൂട് ഏറും, പാലക്കാടൻ ചൂട് ഇത്തവണയും അത്ലറ്റിക്സ് ട്രാക്കുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ 3000 മീറ്ററിന്റെ കാര്യങ്ങൾ പൂർത്തിയാകുമ്പോൾ 3000 മീറ്റർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജൂനിയർ സീനിയർ വിഭാഗത്തിൽ പാലക്കാടൻ തേരോട്ടം തന്നെയായിരുന്നു എന്ന് പറയാം. രാവിലെയായിരുന്നു മത്സരങ്ങൾ നടന്നത്. 3000 മീറ്ററിൽ അതിൽ പാലക്കാട് തന്നെയാണ് 4 സ്വർണവും കരസ്ഥമാക്കിയിരിക്കുന്നത്. 3 വെള്ളിയും 1 വെങ്കലവും ഉണ്ട് പാലക്കാടിന് പക്ഷം. തിരുവനന്തപുരത്തിനുള്ളത് 1 വെങ്കലമാണ്. പക്ഷേ എല്ലാ രീതിയിലും പാലക്കാടിന്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു അത്ലറ്റിക്സിൽ നടന്നത്. അതിൽ 3 സ്വർണം 1 വെള്ളി. അതിനകത്ത് HSS മുണ്ടൂർ, അതാണ് പാലക്കാടിന് 2 സ്വർണങ്ങൾ നൽകിയ സ്കൂള്. അങ്ങനെ ഒരു വലിയ തേരോട്ടം തന്നെ പാലക്കാട് അത്ലറ്റിക്സിൽ നടത്തുന്നുണ്ട്. എന്നാൽ അക്വാട്ടിക്സിൽ, നീന്തൽക്കുളത്തിൽ തിരുവനന്തപുരം പതിവ് പോലെ തന്നെ, അതായത് കൊച്ചിയിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നത് വേണം തന്നെ പറയാൻ. ഇത്തവണയും അതേ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നു. അത്ലറ്റിക്സിൽ പാലക്കാടിന്റെ തേരോട്ടം ഉള്ളതുപോലെ തന്നെ അക്വാട്ടിക്സിൽ നീന്തൽക്കുളത്തിൽ തിരുവനന്തപുരവും നടത്തുന്നു. ഇത്തവണ ഒരു ബാക്ക് സ്ട്രോക്ക് മത്സരം, സബ് ജൂനിയർ വിഭാഗത്തിലുള്ള ബാക്ക് സ്ട്രോക്ക് മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഇടവേളയിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും ഒരു വലിയ ആവേശം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികളുടെ ഇടയിൽ എല്ലാം വലിയൊരു ആവേശം തന്നെ ഇത്തവണയും കാണാൻ സാധിക്കും. 2ാം ദിനമാണ് മത്സരത്തിന്റെ, 28-ാം തീയതി വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. പക്ഷേ വലിയൊരു പോയിന്റ് ഡിഫറൻസ് ജില്ലകൾ തമ്മിലുണ്ട്. അതിൽ തിരുവനന്തപുരം തന്നെയാണ് മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. മറ്റ് നമ്മൾ പ്രകടനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 227 പോയിന്റാണ്. അതിൽ 84 സ്വർണമാണ് തിരുവനന്തപുരം ഈ 2 ദിവസത്തിനുള്ളിൽ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു തേരോട്ടം തന്നെയാണ് തിരുവനന്തപുരത്തിനും ഉണ്ടാക്കാൻ സാധിച്ചത്. അത് 84 സ്വർണത്തിലേക്ക് എത്തുന്നു. കണ്ണൂരാവട്ടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കണ്ണൂരിന് 38 സ്വർണമാണ് ഉള്ളത്. 3ാം സ്ഥാനത്ത് തൃശ്ശൂരാണ് 359 പോയിന്റുകളുമായി 40 സ്വർണം. 4ാം സ്ഥാനത്ത് കോഴിക്കോടും 5ാം സ്ഥാനത്തുമാണ് പാലക്കാട്. പക്ഷേ ട്രാക്കിലൂടെ കൂടുതൽ സ്വർണങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് 100 മീറ്റർ മത്സരങ്ങൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആവേശം നോക്കുന്ന ഈ കായികമേളയിലെ ഏറ്റവും ആവേശകരമായ, ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന ഇനങ്ങളായ 100 മീറ്റർ മത്സരങ്ങളെല്ലാം നടക്കുന്നത് വൈകുന്നേരമാണ്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ കാറ്റഗറി വിഭാഗങ്ങളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ നടക്കുന്നത് വൈകുന്നേരം 5 മണി മുതൽ ആ മത്സരങ്ങൾ നടക്കും. ഏകദേശം ഒരു 7-7:30 വരെ റിലേ ഉൾപ്പെടെ 400 മീറ്റർ റിലേ ഉൾപ്പെടെ ഉള്ളതും ഇന്ന് വൈകുന്നേരം നടക്കും. അതുകൊണ്ട് തന്നെ ട്രാക്കുകൾ തീപിടിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ്. വൈകുന്നേരം 4:30 മുതൽ എല്ലാ കണ്ണുകളും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ട്രാക്കുകളിലേക്ക് നീങ്ങും. വേഗമേറിയ ഓട്ടക്കാരിയൊക്കെ ആരാണ് എന്നുള്ളത് കൂടുതൽ അറിയാൻ കഴിയുക വൈകുന്നേരത്തോടു കൂടിയായിരിക്കും. യെസ്, തീർച്ചയായും MS ഹരികൃഷ്ണനാണ് സ്കൂൾ കായികമേളയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 3000 മീറ്റർ ജൂനിയർ വിഭാഗത്തിൽ പങ്കെടുത്ത ആദർശിന് പറയാൻ ഒരു കഥയുണ്ട്. കഴിഞ്ഞ തവണ മെഡൽ നേടാതെ വിഷമിച്ച് മാറി നിൽക്കാതെ പിന്നാലെ രാവിലെ 6 മണി മുതൽ തുടർച്ചയായ പരിശീലനങ്ങൾ കൊണ്ടെത്തിച്ചതോ സ്വർണ്ണ മെഡലിലേക്ക്. പാലക്കാട് ട്രാക്കിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ടില്ലെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ആദർശ്. 3000 മീറ്റർ ജൂനിയർ വിഭാഗം ആൺകുട്ടികളിലും പാലക്കാട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആദർശാണ് എന്നോടൊപ്പം ചേരുന്നത്. ആദർശ്, ആ ഫോട്ടോ ഫിനിഷ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. മുകളിലോട്ട് ആകാശത്തേക്ക് കൊടുത്തിട്ട് അവിടെ വന്ന് കിടക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ ഹെൽത്ത് ഓക്കെയാണ്? ഓക്കെയാണ്. എന്ത് പറ്റി ട്രാക്കിൽ ഉൾപ്പെടെ? അത് ഫുള്ളായി ഓൾട്ടടിക്കുമ്പോൾ പെട്ടെന്ന് പേടിച്ചു. ഹെൽത്ത് ഓക്കെയാണല്ലോ. എത്ര നാളത്തെ പരിശീലനമാണ്? ഞാനിപ്പോ പാർലർ സ്കൂളിൽ ചേർന്നത് 4-5 വർഷമായി. ജൂനിയറിൽ സ്റ്റേറ്റിൽ ഞാൻ ഇതുവരെ ഫസ്റ്റ് വന്നില്ല. സ്കൂൾസ് ആദ്യമായിട്ടാണ്. അപ്പൊ നല്ല സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം എന്താ പറ്റിയത്? കഴിഞ്ഞ വർഷം ഞാൻ അത്ര വർക്കൗട്ട് ഫോം വരുന്നില്ല.
എങ്ങനെയുണ്ടായിരുന്നു ലൈക്ക് പ്രാക്ടീസ് സെഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടഫ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് പിന്നെ മെഡലിന് പഠിച്ചില്ലെങ്കിൽ കിടപ്പിലുണ്ടായിരുന്നു. ഇത്രയും ചെയ്തില്ല മെഡലെങ്കിലും അടിക്കണം. യെസ്, ആദർശിന്റെ വിജയഗാഥയാണ് നമ്മൾ കേട്ടത്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട്ലൈറ്റ്.